ഇന്ത്യയിൽ മദ്യപിക്കുന്നവരും അല്ലാത്തവരുമായ ഭൂരിഭാഗം ആളുകൾക്കും അറിയാവുന്ന, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വൈകാരിക ബന്ധമുള്ള ഒരേയൊരു മദ്യ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരവായിരിക്കും ഉണ്ടാവുക. ഓൾഡ് മങ്ക്. ഒരു രൂപ പോലും പരസ്യത്തിനായി ചെലവാക്കാതെ കേവലം വാമൊഴി പ്രചരണത്തിലൂടെ മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ റം ബ്രാൻഡായി വളർന്ന ഇൻഡസ്ട്രിയൽ ലെജൻഡ്. പക്ഷേ നിങ്ങളുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന ആ മദ്യം യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ശുദ്ധമല്ല എങ്കിലോ? 7 വർഷം പഴക്കമുള്ള തടിവീപ്പുകളിൽ പഴുപ്പിച്ചെടുത്തതെന്ന് പറയുന്ന കുപ്പിയിൽ 95% വ്യാജമാണ് എന്നൊരു വാർത്ത കേട്ടാലോ? ഞെട്ടിയല്ലേ? അപ്പോൾ അടുത്തിടെ വരുന്ന വാർത്തകൾ ഇന്ത്യയിലെ മദ്യപ്രേമികളെ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്ത്യയുടെ സ്വന്തം ഓൾഡ് മങ്ക് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ ഏജൻസിയായിട്ടുള്ള FSSAI ആയി നിരോധിച്ചു എന്നതാണ് വാർത്തകളിൽ വരുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ ജനറൽ ഡയറിന്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ തണുപ്പകറ്റാൻ കസൗളിയിൽ പിറവികൊണ്ട് ഇന്ത്യൻ ആർമി ക്യാമ്പുകളിലൂടെ കോടികളുടെ സാമ്രാജ്യമായി വളർന്ന ഈ ഡാർക്ക് റമ്മിന്റെ ചരിത്രം സമാനതകളില്ലാത്തതാണ്. അപ്പോൾ ഓൾഡ് മങ്ക് ഇന്ത്യയിൽ ശരിക്കും പൂട്ടിപ്പോയോ? FSSAI നടത്തിയ ആ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു? വിപണിയിലെ അതികായന്മാരായിട്ടുള്ള ഓൾഡ് മങ്കിന്റെ ഉയർച്ചയും തകർച്ചയും ഇപ്പോഴത്തെ വാർത്തയിലുള്ള നിരോധന വിവാദങ്ങളുടെയൊക്കെ യാഥാർത്ഥ്യം എന്താണ്? അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുകയാണ്. ഇതിനെപ്പറ്റി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കൊള്ളുക. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. 1850-കൾ ഭാരതത്തെ മുഴുവൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അടക്കി ഭരിച്ച ഒരു കാലഘട്ടമായിരുന്നു. സഹിക്കാനാവാത്ത ഉഷ്ണമേഖലാ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്രിട്ടീഷ് ഓഫീസർമാർ ഹിമാചൽ പ്രദേശിലെ കസൗളിയിലെയും ഷിംലയിലെയും കുളിർമയുള്ള മലനിരകളിലേക്ക് താവളം മാറ്റുന്നു. എന്നാൽ അവിടുത്തെ കൊടും തണുപ്പിൽ അകപ്പെട്ടു പോയ ബ്രിട്ടീഷ് സൈന്യത്തെ വലച്ച വലിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. തങ്ങളുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൽ കിട്ടുന്ന തണുത്ത ബിയർ ഇവിടെ ഇല്ല. അന്ന് UK-യിൽ നിന്ന് മാസങ്ങൾ നീണ്ട കപ്പൽ യാത്രയിലൂടെ ഇന്ത്യയിലേക്ക് എത്തുന്ന ബിയറിന് വൻ വിലയും കൊടുക്കണം. പലപ്പോഴും കടൽ യാത്രയിൽ അവ കേട് വന്നു പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധിക്കുള്ള വലിയൊരു പരിഹാരവുമായിട്ടാണ് എഡ്വേർഡ് ഏബ്രഹാം ഡയർ എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ രംഗത്ത് വരുന്നത്. സ്കോട്ട്ലൻഡിലെ കാലാവസ്ഥയോട് സാമ്യമുള്ള കസൗളിയും അവിടുത്തെ സ്വാഭാവിക ഉറവ വെള്ളവും കണ്ട അയാൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. 1855-ൽ UK-യിൽ നിന്ന് കൂറ്റൻ യന്ത്രങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ച് അയാൾ കസൗളിയിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബ്രൂവറി സ്ഥാപിക്കുന്നു. അവിടെ പിറന്ന ലയൺ ബിയർ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പ്രിയപ്പെട്ട പാനീയമായി മാറിയതോടെ ഡയറിന്റെ ബിസിനസ് ഇന്ത്യ ഒട്ടാകെ പടർന്നു പന്തലിച്ചു. എന്നാൽ ആ ബിസിനസ് വിജയത്തിന് പിന്നിൽ ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഒരു അധ്യായം കൂടി അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കസൗളിയിൽ ബ്രൂവറി സ്ഥാപിച്ച എഡ്വേർഡ് ഡയറിന് 1864-ൽ ഷിംലയിൽ വെച്ചൊരു മകൻ ജനിച്ചു. പേര് റെജിനാൾഡ് എഡ്വേർഡ് ഹാരി ഡയർ. അതെ, 1919 ഏപ്രിൽ 13-ന് അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ വെച്ച് ആയിരക്കണക്കിന് നിരപരാധികളായ ഇന്ത്യക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ ഉത്തരവിട്ട അതേ അമൃത്സറിലെ കശാപ്പുകാരൻ ജനറൽ ഡയർ. അപ്പോൾ ഈ കൂട്ടക്കൊലയോടെ ഭാരതീയരുടെ മനസ്സിൽ ഡയർ എന്ന പേര് വെറുപ്പിന്റെയും ശാപത്തിന്റെയും ഒരു പര്യായമായി മാറി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഡയർ മിക്കിൻ എന്ന് പേര് മാറ്റിയ ഈ ബ്രൂവറിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പോലും ഇന്ത്യക്കാർ വിസമ്മതിക്കുകയുണ്ടായി. ജനറൽ ഡയറിന്റെ ചോരക്കറ പുരണ്ട ആ പേര് കാരണം ആ ബിസിനസ് തകർച്ചയുടെ വക്ക് വരെ എത്തി. 1947-ൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടതോടെ തങ്ങളുടെ ബിസിനസ് ഇനി ഇന്ത്യയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ഉടമകൾ കമ്പനി വിറ്റഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ അന്ന് വരെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ വലിയ കമ്പനിയെ സ്വന്തമാക്കാൻ ഒരു ഭാരതീയൻ മുന്നോട്ട് വരികയാണ്. പേര് നരേന്ദ്രനാഥ് മോഹൻ. സ്വാതന്ത്ര്യം കിട്ടിയ പുതിയ ഇന്ത്യ ദാരിദ്ര്യ രാജ്യമാണെന്ന് പാശ്ചാത്യ ലോകം പരിഹസിച്ച ആ കാലഘട്ടത്തിൽ ആവശ്യത്തിന് പണം സ്വരൂപിച്ച് നരേന്ദ്രനാഥ് മോഹൻ ലണ്ടനിലേക്ക് വിമാനം കയറുകയാണ്. 1949-ൽ ബ്രിട്ടീഷ് മുതലാളിമാരുടെ കണ്ണുകളിൽ നോക്കി നരേന്ദ്രനാഥ് മോഹൻ ആ കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും പണം കൊടുത്തു വാങ്ങി. ഇന്ത്യൻ മണ്ണിലെ വിഭവങ്ങളും തൊഴിലാളികളും ഉപയോഗിച്ച് നിങ്ങൾ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിന്മേൽ ഇനി ഭാരതീയർക്ക് മാത്രമായിരിക്കും അവകാശം എന്ന് അദ്ദേഹം അതോടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്ന് തിരികെ പിടിച്ച ആ കമ്പനിയാണ് പിന്നീട് മോഹൻ മീക്കിൻ എന്ന പേരിൽ പുനർജനിച്ചതും 1954-ൽ ഓൾഡ് മങ്ക് എന്ന ഇതിഹാസ റമ്മിന് തുടക്കമിട്ടതും. വർഷം 1954. നരേന്ദ്രനാഥ് മോഹന്റെ മകൻ വേദ് രത്തൻ മോഹൻ യൂറോപ്പ് പര്യടനത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. യൂറോപ്പിലെ ബെനഡിക്ടൈൻ സന്യാസിമാർ തങ്ങളുടെ പ്രാർത്ഥനാ മുറികൾക്ക് താഴെയുള്ള തടവറകളിൽ അതീവ രഹസ്യമായി നിർമ്മിച്ചിരുന്ന ക്രാഫ്റ്റ് പാനീയങ്ങളിൽ വേദ് രത്തൻ ആകർഷണനാവുന്നു.
അത്തരമൊരു നിഗൂഢ രുചിക്കൂട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കായി നിർമ്മിക്കണം എന്ന ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു പേര് കണ്ടെത്തുന്നത്, ഓൾഡ് മങ്ക്. സന്യാസിമാരുടെ പാരമ്പര്യവും ഇന്ത്യൻ കരിമ്പിന്റെ മധുരവും സമന്വയിപ്പിച്ച് അദ്ദേഹം ഒരു ഡാർക്ക് റം നിർമ്മിക്കുന്നു. എന്നാൽ അത് വെറും ഒരു മദ്യമായിരുന്നില്ല. വരാനിരിക്കുന്ന നൂറ്റാണ്ട് കാലം ഇന്ത്യയിലെ മദ്യവിപണിയിൽ കിരീടമില്ലാതെ വാഴാൻ പോകുന്ന ഒരു സാമ്രാജ്യത്തിന്റെ തന്നെ തുടക്കമായിരുന്നു അത്. മറ്റെല്ലാ ബ്രാൻഡുകളും കൃത്രിമ എസൻസുകളൊക്കെ ചേർത്ത് വേഗത്തിൽ മദ്യം ഉണ്ടാക്കിയപ്പോൾ ഓൾഡ് മങ്ക് തിരഞ്ഞെടുത്തത് ക്ഷമയുടെ വഴി തന്നെയായിരുന്നു. നിർമ്മിച്ചെടുക്കുന്ന സ്പിരിറ്റ് 7 വർഷത്തോളം കൂറ്റൻ ഓക്ക് തടി വീപ്പകളിൽ കിടത്തി പഴിപ്പിച്ചെടുക്കും. ഈ 7 വർഷത്തെ നിശബ്ദമായ കാത്തിരിപ്പിൽ ഓക്ക് തടിയിലെ വാനിലിൻ, ടാനിൻ എന്നീ സ്വാഭാവിക ഘടകങ്ങൾ മദ്യത്തിലേക്ക് ലയിച്ചു ചേരും. തടിയിലെ സൂക്ഷ്മമായ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉള്ളിലേക്ക് കടന്ന് മദ്യത്തിന്റെ രൂക്ഷത കുറയ്ക്കുകയും വാനില, തെങ്ങ്, കരിമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ ഒരു സ്വാഭാവിക സമന്വയം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. കൃത്രിമമായി ഒന്നുമില്ലാത്തതിനാൽ ഈ നാച്ചുറൽ ടെക്സ്ചറാണ് ഓൾഡ് മങ്കിന്റെ രുചിയെ ഇന്ത്യക്കാരുടെ നാവിൽ എപ്പോഴും മായാതെ നിർത്തിക്കൊണ്ടിരുന്നത്. ഓൾഡ് മങ്കിന്റെ വിജയത്തിന് പ്രധാന കാരണം കരിമ്പിന്റെ ലഭ്യത തന്നെയായിരുന്നു. 1950കളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ധാന്യക്ഷാമം നേരിട്ടപ്പോൾ വിസ്കിക്കും ബിയറിനും ആവശ്യമായ ഗോതമ്പും ബാർലിയും കിട്ടാനില്ലായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ പഞ്ചസാര മില്ലുകളിൽ നിന്ന് ധാരാളമായി ലഭിച്ച കരിമ്പിൻ ചണ്ടിയായ മൊളാസസ് ഉപയോഗിച്ച് ഓൾഡ് മങ്കിന് തടസ്സമില്ലാതെ ഉൽപ്പാദനം തുടരുവാൻ സാധിച്ചു. രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ സൈന്യവുമായിട്ടുള്ള വലിയ ബന്ധങ്ങളായിരുന്നു. അന്നുവരെ ആർമി ക്യാൻറ്റീനുകളിൽ കുത്തകയാക്കി വെച്ചിരുന്ന ഹെർക്കുലീസ് റമ്മിനെ തളച്ചിട്ട് ഓൾഡ് മങ്ക് സൈനികരുടെ പ്രിയപ്പെട്ട പാനീയമായി മാറുന്നു. മഞ്ഞുമൂടിയ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ധീരരായ ജവാന്മാരുടെ പാനീയം എന്ന ഇമേജ് വന്നതോടെ സാധാരണക്കാർക്കിടയിൽ ഓൾഡ് മങ്ക് ഒരു റഫ് ആൻഡ് ടഫ് ആസ്പിറേഷണൽ ബ്രാൻഡായി വളരെ വേഗം മാറി. മൂന്നാമത്തെ കാരണം ആ ഐക്കോണിക് കുപ്പി തന്നെയാണ്. ഓൾഡ് പാർ വിസ്കിയുടെ മാതൃകയിലുള്ള ചതുരാകൃതിയും ഉപരിതലത്തിലെ ഒരു ഗ്രിഡ് പാറ്റേണും മറ്റേത് മദ്യങ്ങൾക്കിടയിലും ഓൾഡ് മങ്കിനെ വേറിട്ട് നിർത്തുന്നതാണ്. അപ്പോൾ ഈ കുപ്പിയുടെ ഭംഗി കാരണം ഉപയോഗത്തിന് ശേഷം അവ വീടുകളിൽ അലങ്കാര വസ്തുക്കളായും ഗ്ലാസുകളായും ആളുകൾ സൂക്ഷിച്ചു വെക്കുവാനും തുടങ്ങി. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാരണം സീറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ വണ്ടറാണ്. ടെലിവിഷനിലോ പത്രങ്ങളിലോ ബോർഡുകളിലോ ഒരു രൂപ പോലും പരസ്യത്തിന് ചെലവാക്കാതെ കുടിച്ചവരുടെ വാമൊഴി പ്രചരണത്തിലൂടെ മാത്രം വളർന്ന ലോകത്തിലെ ഒരേ ഒരു വൻകിട ബ്രാൻഡായിരുന്നു ഓൾഡ് മങ്ക്. 1980കളിൽ റിട്ടയേർഡ് ബ്രിഗേഡിയർ കപിൽ മോഹൻ കമ്പനിയുടെ അമരത്തിലെത്തിയതോടെയാണ് ഓൾഡ് മങ്ക് അതിൻ്റെ സുവർണ കാലഘട്ടത്തിലേക്ക് വരുന്നത്. അദ്ദേഹം മദ്യം കഴിക്കാത്ത ഒരാളായിരുന്നു എന്നത് ബിസിനസ് ലോകത്തെ തന്നെ വലിയ കൗതുകമായിരുന്നു. പ്രതിവർഷം 84 ലക്ഷത്തിലധികം കേസുകൾ അദ്ദേഹം വിറ്റഴിച്ചു. ഇന്ത്യയിലെ വിപണി വിഹിതത്തിന്റെ 40% ഒറ്റയ്ക്ക് നേടി ഓൾഡ് മങ്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ റം ബ്രാൻഡായി മാറുകയായിരുന്നു. ലിവിക് ലെജൻഡായിട്ടുള്ള വിജയ് മല്യയുടെ മദ്യ സാമ്രാജ്യത്തെ പോലും ഓൾഡ് മങ്ക് തകിടം മറിച്ചു. കോളേജ് വിദ്യാർത്ഥികൾ മുതൽ വ്യവസായ പ്രമുഖർ വരെ, റഷ്യയുടെ തണുപ്പിൽ നിന്ന് ഗൾഫിന്റെ മരുഭൂമികൾ വരെ 50ലധികം രാജ്യങ്ങളിൽ ഓൾഡ് മങ്ക് ഒരു കുപ്പിയല്ല, മറിച്ച് ഇന്ത്യക്കാരുടെ ആഘോഷങ്ങളുടെയും നൊസ്റ്റാൾജിയയുടെയും വികാരം തന്നെയായി മാറുകയായിരുന്നു. 5 പതിറ്റാണ്ട് കാലം ഇന്ത്യയുടെ മദ്യവിപണിയിൽ അപ്രമാദിത്വം തുടർന്ന ഓൾഡ് മങ്ക് തങ്ങൾ പടുത്തുയർത്തിയ സിംഹാസനത്തിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് വിപണിയിൽ നിശബ്ദനായ ഒരു കൊടുങ്കാറ്റ് ഇങ്ങനെ രൂപപ്പെട്ടു വരികയായിരുന്നു. 1991 ഇന്ത്യ സാമ്പത്തിക ഉദാരവൽക്കരണം നടപ്പിലാക്കിയതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക ചിത്രം തന്നെ മാറി മറിഞ്ഞു. വിദേശ ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. ഇന്ത്യക്കാരുടെ വരുമാനം വർദ്ധിച്ചതോടെ വിപണിയിൽ പ്രീമിയറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വന്നു. ആളുകൾ കൂടുതൽ വിലയേറിയ സ്കോച്ചുകളിലേക്കും വോഡ്കയിലേക്കും പ്രീമിയം ബിയറുകളിലേക്കും ശ്രദ്ധ തിരിക്കാൻ തുടങ്ങി. എന്നാൽ മാറുന്ന ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താൻ പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ ഇറക്കുന്നതിന് പകരം പഴയ വിലയിൽ മാത്രം ശ്രദ്ധ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു പാളിപ്പോയ തന്ത്രമാണ് ഓൾഡ് മങ്കിനെ ഇത്രയധികം പരാജയപ്പെടുത്തിയത്. ഞങ്ങൾക്ക് പരസ്യങ്ങളൊന്നും വേണ്ട, ആളുകൾ അത് കുടിച്ചുകൊള്ളും. മോഹൻ മീക്കിൻ മാനേജ്മെന്റിന്റെ ഈ ഒരു അമിത ആത്മവിശ്വാസത്തെ മുതലെടുത്ത് മക്ഡവൽ സെലിബ്രേഷൻ റമ്മ് വിപണിയിലേക്ക് കടന്നു വരുന്നു. സൗഹൃദത്തെയും യുവത്വത്തെയും കേന്ദ്രീകരിച്ച് അവർ ടിവിയിലും പത്രങ്ങളിലും വൻകിട ക്യാമ്പയിനുകൾ നടത്തി. പുതിയ തലമുറയിലെ യുവാക്കൾ ഓൾഡ് മങ്കിനെ പഴഞ്ചന്മാരുടെ പാനീയമായി കാണുവാനായിട്ട് പതുക്കെ തുടങ്ങി. 2000കളുടെ മധ്യത്തോടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന റം എന്ന പട്ടം ഓൾഡ് മങ്കിൽ നിന്ന് മക്ഡവൽസ് തട്ടിയെടുക്കുന്ന കാഴ്ചയാണ്. എന്നാൽ ബിസിനസ് മത്സരത്തേക്കാൾ ഉപരി ഓൾഡ് മങ്കിന്റെ നട്ടലൊടിച്ചത് ഇന്ത്യയിലെ രാഷ്ട്രീയവും സംസ്ഥാന സർക്കാരുകളുടെ മദ്യ നയങ്ങളും ഒക്കെയായിരുന്നു. ഒന്നാമത്തെ പ്രഹരം കിട്ടിയത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ ഇടം പിടിച്ച് കേൾക്കുന്ന ടാസ്മാക് എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 2003 തമിഴ്നാട് സർക്കാർ ടാസ്മാക് വഴി മദ്യവിൽപ്പന പൂർണ്ണമായും ഏറ്റെടുത്തു.
അപ്പോൾ അതിനുശേഷം പ്രാദേശികമായി നിർമ്മിക്കുന്ന മദ്യങ്ങൾക്ക് മുൻഗണന നൽകിയപ്പോൾ പുറത്തു നിന്ന് വരുന്നതായിട്ടുള്ള ഈ ഓൾഡ് മങ്ക് കടകളിൽ നിന്ന് അപ്രത്യക്ഷമാവാൻ തുടങ്ങി. ഓൾഡ് മങ്കിന്റെ മൊത്തം വിൽപ്പനയുടെ 20% ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ ഇല്ലാതായത്. രണ്ടാമത്തെ പ്രഹരം വരുന്നത് അങ്ങ് ഉത്തർപ്രദേശിൽ നിന്നാണ്. 2009 ഉത്തർപ്രദേശിൽ പൊണ്ടി ഛദ്ദ എന്ന വ്യവസായിക്ക് സർക്കാർ മദ്യവിതരണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കുത്തക നൽകുകയുണ്ടായി. അയാൾ തങ്ങളുടെ സ്വന്തം ബ്രാൻഡുകൾക്ക് മാത്രം വിപണി നൽകുകയും ഓൾഡ് മങ്കിനെ കരിമ്പട്ടികയിൽ പെടുത്തുന്നതിന് തുല്യമായി ഒതുക്കുകയും ചെയ്തു. അപ്പോൾ ഇതോടെ മോഹൻ മീക്കിന്റെ ചരിത്ര പ്രസിദ്ധമായ ലക്നൗ ഡിസ്റ്റിലറി അടച്ചുപൂട്ടേണ്ട സിറ്റുവേഷനായി. അപ്പോൾ ഈ ഘട്ടത്തിലാണ് മോഹൻ മീക്കിന്റെ സെയിൽസ് മാനേജർ ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകമൊക്കെ പറയുന്നത്, അവർ ബെസ്റ്റ് സെല്ലർ ബിക്കം എ ഗോസ്റ്റ് ഇൻ ദ മാർക്കറ്റ് എന്ന്. 2002 വർഷത്തിൽ 84 ലക്ഷം കേസുകൾ വിറ്റിരുന്ന ഓൾഡ് മങ്ക് 2014 ആയപ്പോഴേക്കും കേവലം 20 ലക്ഷം കേസുകളിലേക്ക് കൂപ്പുകുത്തി. കമ്പനി 20 കോടിയോളം രൂപയുടെ കടക്കണിയിലാവുകയും ബാങ്ക്രപ്സിയോടെ വക്കുവരുത്തുകയും ചെയ്തു. വിപണിയിലെ വൻകിട മാറ്റങ്ങൾ തിരിച്ചറിയാതെ പോയതും സർക്കാരുകളുടെ കുത്തക രാഷ്ട്രീയവും ചേർന്ന് ലോകം കീഴടക്കിയ ഒരു ഇന്ത്യൻ ഇതിഹാസത്തെ ഓർമ്മയാക്കി മാറ്റാൻ തുടങ്ങിയത് അങ്ങനെയായിരുന്നു എന്ന് കാണാം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും വ്യാപകമായി പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു അത്. ഭാരതീയരുടെ പ്രിയപ്പെട്ട റം ബ്രാൻഡായിട്ടുള്ള ഓൾഡ് മങ്ക് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയായ FSSAI പൂർണ്ണമായി നിരോധിച്ചുവെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വാർത്ത ഷെയർ ചെയ്തത്. ഇതിഹാസ സമാനമായിട്ടുള്ള ഒരു ബ്രാൻഡ് അവസാനിച്ചു എന്ന തരത്തിൽ വിലാപങ്ങളുണ്ടായി. എന്നാൽ ഇതിനു പിന്നിലെ യഥാർത്ഥ സത്യം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഓൾഡ് മങ്കിനെയോ അല്ലെങ്കിൽ മോഹൻ മീക്കിൻ കമ്പനിയോ നിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയിലെ മദ്യനിർമ്മാണ മേഖലയിൽ FSSAI അതിശക്തമായ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കി. കരിമ്പിൻ ചണ്ടിയായ മൊളാസസിൽ നിന്നുള്ള ഹെവി മെറ്റലുകളുടെ സാന്നിധ്യം, മദ്യത്തിന്റെ അളവിലുള്ള കൃത്യത, സുതാര്യമായ ലേബലിംഗ്, കുപ്പികളുടെ നിലവാരം എന്നിവയിൽ അതോറിറ്റി പരിശോധന കർശനമായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില ബാച്ചുകളിൽ കൃത്യമായ ലേബലിംഗ് വിവരങ്ങൾ ഇല്ലാതിരുന്നതിനും പഴയ കുപ്പികളിലെ ചില സാങ്കേതിക മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാത്തതിനും FSSAI ചില സംസ്ഥാനങ്ങളിൽ കാരണം കാണിക്കൽ നോട്ടീസുകളും അതേപോലെ താൽക്കാലിക വിൽപ്പന വിലക്കുകളും നൽകിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ബ്രാൻഡിനെതിരെയുള്ള നടപടിയായി കണക്കാക്കാൻ സാധിക്കില്ല, മറിച്ച് ഇന്ത്യയിലെ മുഴുവൻ മദ്യ ഉൽപ്പാദകർക്കും നൽകിയൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഈ ഒരു താൽക്കാലിക സാങ്കേതിക തടസ്സങ്ങളെയാണ് സോഷ്യൽ മീഡിയ ഓൾഡ് മങ്ക് പൂർണ്ണമായി നിരോധിച്ചു എന്ന രീതിയിൽ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ഈ ഓൾഡ് മങ്കിന്റെ ഭാവി എന്നതാണ് ചോദ്യം. വീഴ്ചകളിൽ നിന്ന് പാഠം പഠിച്ച മോഹൻ മീക്കിൻ പുതിയൊരു തിരിച്ചുവരവിന്റെ പാതയിലാണുള്ളത്. ചെറുപ്പക്കാരെ ആകർഷിക്കാൻ അവർ ഓൾഡ് മങ്ക് ലെജൻഡ്, ഗോൾഡ് റിസർവ്, കോഫി റം തുടങ്ങിയ പ്രീമിയം വെറൈറ്റികൾ വിപണിയിലേക്ക് ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഗൃഹാതുരത്വം മാത്രം വെച്ച് ഇനി ബിസിനസ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നൊരു തിരിച്ചറിഞ്ഞ ഈ കമ്പനി ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്കും ന്യൂ ജനറേഷൻ പോപ്പ് കൾച്ചറിലേക്കുമൊക്കെ ചുവടെടുത്ത് വയ്ക്കുകയാണ്. അമേരിക്ക, UK, ഗൾഫ് നാടുകൾ ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിൽ ഓൾഡ് മങ്കിന് ഇപ്പോൾ ആവശ്യക്കാർ ഏറി വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയവും വ്യാജ വാർത്തകളും വിപണിയിലെ കടുത്ത മത്സരങ്ങളും അതിജീവിച്ച് ഓൾഡ് മങ്ക് ഇന്നും തുടരുകയാണ്. കാരണം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൾഡ് മങ്ക് എന്നത് ഒരു മദ്യക്കുപ്പി മാത്രമല്ല, അത് സൗഹൃദങ്ങളുടെ, ഓർമ്മകളുടെ മാറ്റമില്ലാത്ത ഒരു വികാരത്തിന്റെ പേര് കൂടിയാണ്. അപ്പോൾ ഓൾഡ് മങ്കിന്റെ ഈ ചരിത്രം ബിസിനസ് ലോകത്തിന് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. എത്ര മികച്ച പ്രോഡക്റ്റ് ആണെങ്കിൽ കൂടി കാലത്തിനനുസരിച്ച് മാറിയില്ല എങ്കിൽ, സുതാര്യത പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഏത് വമ്പൻ സാമ്രാജ്യവും എത്രയും വേഗം തകരുകയും ചെയ്യും. ഓൾഡ് മങ്കിന്റെ ഈ അവിശ്വസനീയമായ ചരിത്രത്തെക്കുറിച്ചും FSSAIയുടെ പുതിയ മാനദണ്ഡങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഓൾഡ് മങ്കിന്റെ പുതിയ വേരിയന്റുകൾക്ക് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും ഓൾഡ് മങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പങ്കുവെക്കുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു കേസ് സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള അപൂർവമായ ബിസിനസ്, ചരിത്ര, കേസ് സ്റ്റഡികളും വസ്തുതാപരമായിട്ടുള്ള അന്വേഷണാത്മക വീഡിയോകളും കാണുന്നതിനായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചേക്കുക. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ നിർമ്മിക്കുന്ന വീഡിയോ ആദ്യം നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ മറ്റൊരു മികച്ച വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റിക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മൈ സയൻസ് ഗാരേജ്.